കോട്ടയം നഗരസഭയിലെ ജീവനക്കാരൻ പെൻഷന്റെ മറവിൽ തട്ടിപ്പ് നടത്തിയതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. വയനാട് ദുരിതാശ്വാസത്തിന് തുക കണ്ടെത്താൻ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞത്. 2020 ഒക്ടോബർ മുതൽ തട്ടിപ്പ് നടന്നിരുന്നു എന്നാണ് നഗരസഭാ സെക്രട്ടറിയുടെ കണ്ടെത്തൽ. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇത് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇയാൾ തട്ടിപ്പ് നടത്തുന്നു എന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് എന്തൊക്കെ വിശദാംശങ്ങളാണ്? അനുജ, തീർച്ചയായിട്ടും കഴിഞ്ഞ കുറെ കാലങ്ങളായി, അതായത് 2020 ഒക്ടോബർ മുതൽ ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സെക്രട്ടറി കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നിട്ടും ഇതുവരെ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. പെൻഷൻ ഇനത്തിലാണ് ഈ തുക നൽകിക്കൊണ്ടിരുന്നത്. ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാതാവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ തുക, ശ്യാമള എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് തുക പോയിട്ടുള്ളത് എന്നാണ് ഈ സെക്രട്ടറി കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിൽ ചേർന്നിരുന്നു. അന്നാണ് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക്, വയനാടിന് വേണ്ടി ഒരു ദുരിതാശ്വാസ നിധി നൽകണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് എവിടെ നിന്ന് ഇതിന് ഫണ്ട് സ്വരുക്കൂട്ടാമെന്ന് നഗരസഭ ആലോചിക്കുന്നത്. അങ്ങനെയാണ് ഓൺ ഫണ്ടിൽ നിന്നും തുക കണ്ടെത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ചില പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഈ ഒരു തട്ടിപ്പ് പുറത്തു വരുന്നത്. ബാങ്കിലേക്ക് ഒരു ചെക്കായിട്ടാണ് നൽകിയിരുന്നത് നേരത്തെ. അതിനുശേഷം കൂടാതെ ഇത് ട്രഷറിയിലേക്ക് ഈ പെൻഷൻ തുക നൽകുന്ന ഒരു തീരുമാനത്തിലേക്കും കൂടി വന്നിരുന്നു. അങ്ങനെ വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഒരു വ്യക്തിയുടെ, ശ്യാമള എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് 20 ലക്ഷം രൂപയടക്കം ഓരോ മാസവും മാറുന്നതായിട്ട് കണ്ടെത്തിയത്. തുടർന്ന് പിന്നീട് പുറകിലോട്ടുള്ള വർഷങ്ങളിലേക്ക് പരിശോധിച്ചപ്പോൾ വലിയ തുകകൾ ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ടിലേക്ക് മാത്രം പെൻഷൻ ഇനത്തിൽ പോയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അങ്ങനെയാണ് 3 കോടിയോളം രൂപയുടെ വലിയൊരു ക്രമക്കേട് ഇവിടെ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. എന്തായാലും LDF കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ തന്നെ നഗരസഭയ്ക്ക് മുന്നിൽ ഒരു പ്രതിഷേധം നടത്തി. അതോടൊപ്പം തന്നെ UDF കൗൺസിലർമാരും ഭരണസമിതിയും സമാനമായ രീതിയിൽ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു. അവർ കളക്ടറേറ്റിലേക്ക് ഒരു പ്രതിഷേധം നടത്തി. കാരണം വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് ഈ ഒരു കാലയളവിൽ ആരും തന്നെ ഈ ക്രമക്കേട് കണ്ടെത്തിയില്ല എന്നുള്ളത് തന്നെയാണ് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജിലൻസും വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. വിശദമായിട്ടുള്ള പരാതികളും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഈ തട്ടിപ്പിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുമെന്ന് തന്നെയാണ് കോട്ടയം SP-യും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കോട്ടയം നഗരസഭയിലെ ജീവനക്കാരൻ പെൻഷന്റെ മറവിൽ 2020 മുതൽ നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ 4 വർഷത്തിനു ശേഷം പുറത്തുവരുന്നത്. അത് ഇപ്പോൾ പുറത്തുവരാനുണ്ടായ സാഹചര്യം വയനാട് ദുരിതാശ്വാസത്തിന് തുക കണ്ടെത്താൻ കണക്കുകൾ പരിശോധിച്ചപ്പോഴാണ്.